ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു അടിപൊളി കഥയാണ് കേട്ടോ. അപ്പോൾ കഥ ഇഷ്ടപ്പെട്ടെന്നാൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാല്ലേ. ഡാ അപ്പു ഒന്നിങ്ങ് വന്നേ. ഡാ വരുന്നു മമ്മി. അപ്പോൾ വീടിൻ്റെ പുറകുവശത്ത് ചെന്നപ്പോഴാണ് അവൻ്റെ അമ്മ ലക്ഷ്മി തുണി അലക്കുന്നത് കണ്ടത്. കയ്യിൽ അവൻ ഇന്നലെ ഇട്ടിരുന്ന ഒരു ബ്ലൂ ജീൻസ് ഊരി പിഴിയാൻ വേണ്ടിയാണ് അവൾ അവനെ വിളിച്ചത്. ഒരു നീല സാരിയാണ് അവളുടെ വേഷം. ആരെയും കൊതിപ്പിക്കുന്ന കണ്ണുകളും തേനൂറും ചുണ്ടുകളുമാണ് അവളുടെ പ്രത്യേകത. തളർന്നു കിടക്കുന്ന ഏതൊരാളിനെയും കൊതിപ്പിക്കുന്ന ഒരു അപ്സരസ് തന്നെയായിരുന്നു അവൾ. ഇത് ആരെക്കുറിച്ചെന്നല്ലേ, അതാണ് നമ്മുടെ കഥയിലെ നായിക ദീപ്തി. ആ നാട്ടിലെ ഒരു സുന്ദരി. അവൾ ഒരു ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ആകെ ഒരു മോനുണ്ട്. ഭർത്താവില്ല, മരിച്ചു പോയതല്ല, അങ്ങനെ ഒരാളില്ല. പക്ഷേ അവൾക്കൊരു മോനുണ്ട്. അതെങ്ങനെയാണെന്നല്ലേ, അതിന് അവളുടെ ഒരു ഫ്ലാഷ് ബാക്ക് നോക്കേണ്ടി വരും. ദീപ്തി ഒരു ദരിദ്ര കുടുംബത്തിലാണ് ജനിച്ചത്. പ്രസവ സമയത്ത് തന്നെ അവളുടെ അമ്മ മരിച്ചുപോയി. അച്ഛൻ ആരാണെന്ന് പോലും അവൾക്കറിയില്ല. അന്ന് തൊട്ട് അവളെ നോക്കിയിരുന്നത് കാളിയമ്മ എന്ന അമ്മയുടെ അമ്മയാണ്. ഒരു 17-18 വയസ്സ് വരെ അവരുടെ കൂടെ തന്നെയായിരുന്നു ദീപ്തി. പിന്നീട് അമ്മമ്മയ്ക്ക് വയ്യാതാവുകയും അവളെ ഒരു തുണിമില്ലിൽ ജോലിക്ക് വെക്കുകയും ചെയ്തു. അവിടെ അവളെപ്പോലെ തന്നെ വേറെയും കുട്ടികളുണ്ടായിരുന്നു. അവളുടെ വയസ്സുള്ളതും അവളേക്കാൾ പ്രായം കുറഞ്ഞതുമായ കുട്ടികൾ. അവിടെ തുണി നെയ്യുക എന്ന ജോലിയായിരുന്നു അവൾക്ക് കിട്ടിയത്. കൂലിയൊന്നും കിട്ടിയില്ല, പക്ഷേ 3 നേരം ഭക്ഷണവും താമസ സൗകര്യം കിട്ടും. അതിനിടയ്ക്ക് ഒരു ദിവസമാണ് കാളിയമ്മ റെയിൽവേ പാലത്തിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചതെന്ന വാർത്ത അവൾ കേട്ടത്. അതോടെ ഈ ഭൂമിയിൽ അവളുടെ ആകെ ഉണ്ടായിരുന്ന ബന്ധവും അറ്റുപോയി. അങ്ങനെ അവളുടെ ജീവിതം തുടർന്നു പോയി. അതിനിടയിൽ ഒരു കൂട്ടുകാരുടെ കൂടെ കിട്ടി. അവളോട് സംസാരിച്ചും കാളി പറഞ്ഞു ദുഃഖങ്ങൾ അകറ്റാൻ തുടങ്ങി. ഇതിനിടയിൽ അവിടെയുള്ള പല പെൺകുട്ടികൾക്കും ആ കമ്പനിയുടെ സൂപ്പർവൈസറിൽ നിന്നും മോശം അനുഭവം ഉണ്ടായി. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് അയാൾ അവളുടെ അടുത്തും എത്തി. ദീപ്തിയുടെ ആദ്യ പേര് പാറു എന്നായിരുന്നു. ആ പ്രായത്തിലും അവൾ ഒരു സുന്ദരി തന്നെയായിരുന്നു. അയാളുടെ കണ്ണുകൾ എന്നവളിൽ ഉടക്കിയോ അന്ന് തൊട്ട് അവളെയും ചുറ്റിപ്പറ്റിയായിരുന്നു അയാളുടെ നടപ്പ്. അയാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പേര് രാജൻ, തമിഴനാണ്. കറുത്ത് തടിച്ച, പൊക്കം അധികമില്ലാത്ത ഒരാൾ. ഫുട്ബോൾ സ്റ്റേഡിയം പോലെയുള്ള പേട്ടത്തല, മുറുക്കാനും പാക്കുമൊക്കെ കഴിച്ച് കറുത്തിരിക്കുന്ന പല്ലുകൾ. അങ്ങനെ കണ്ടാൽ തന്നെ അറപ്പാകുന്ന ഒരു ശരീരപ്രകൃതി. ഒരു ദിവസം അവൾ തുണി നെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് അയാൾ അവളുടെ പിന്നിലായി വന്ന് നിന്നു. എന്താ മോളെ, നീ കുറേ ആയില്ലേ ഈ ജോലി ചെയ്യുന്നു, എന്നിട്ട് ഇത്രയും നാളായി ഇതൊന്നും പഠിച്ചില്ലേ? ഞാൻ പറഞ്ഞു തരാം. അതും പറഞ്ഞുകൊണ്ട് അയാൾ ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് ചെയ്യിച്ചു. അന്നേരം പലതും അവൾ അറിയുന്നുണ്ടായിരുന്നു. അയാൾ അത് ആസ്വദിക്കുന്നുണ്ട്. അവൾക്കത് അസഹനമായി തോന്നി. അങ്ങനെ തന്നെ കൃത്യമായി ചെയ്യൂ. അതും പറഞ്ഞുകൊണ്ട് അയാൾ വീണ്ടും അവളിലേക്ക് അടുത്തു. അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ചു. കൈ തട്ടിമാറ്റി എഴുന്നേറ്റ് പോകാനും പറ്റില്ല. മുതലാളിയായിപ്പോയി. ഈ അവസരം മുതലെടുത്തുകൊണ്ട് തന്നെ അയാൾ നന്നായി പണി തുടങ്ങി. അവൾക്ക് അവിടെ നിന്നും എഴുന്നേറ്റ് പോയാലോ എന്ന് വരെ തോന്നി. പക്ഷേ അവളെല്ലാം സഹിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ഈ ചെയ്തികളെല്ലാം തൊട്ടടുത്തിരുന്ന് അവളുടെ കൂട്ടുകാരി ചിന്നു കാണുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അയാൾ കൂടുതൽ അടുത്ത് വന്നപ്പോഴാണ് രാജനെ ഈ മില്ലിൻ്റെ മുതലാളി വിളിക്കുന്നത്. അയാൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഓടിച്ചെന്നു. തൽക്കാലത്തേക്ക് അവൾ അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ ഇനിയും അയാൾ തൻ്റെ അടുത്തേക്ക് വരുമെന്ന ഭയം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി ജോലിയെല്ലാം കഴിഞ്ഞ് കിടക്കാൻ നേരമായി. എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ഹാളിലാണ് കിടക്കുന്നത്. കുറച്ചു കഴിഞ്ഞ് അവൾക്ക് ബാത്റൂമിൽ പോകാൻ തോന്നി. അവൾ എഴുന്നേറ്റ് ഹാളിൽ നിന്നും പുറത്തേക്കുള്ള വാതിലിലേക്ക് കടന്നു. അവിടെയാണ് ഒരു തകരം കൊണ്ട് മേഞ്ഞ ഒരു ഷീറ്റുള്ളത്. ബാത്റൂമിൽ കയറി കഴിഞ്ഞ് അവൾ പുറത്തേക്കിറങ്ങി വാതിലടിക്കുന്ന സമയത്താണ് ഒരു കൈ അവളെ ചുറ്റി വരുന്നത് അവൾ അറിഞ്ഞത്. അത് രാജനായിരുന്നു. എന്നെങ്കിലും അയാൾ തൻ്റെ അടുത്തേക്ക് വരുമെന്ന് അവൾക്കറിയായിരുന്നു. പക്ഷേ ഇത് പെട്ടെന്ന് അവളെ ഭയത്തിലാക്കി. കുറേ നാളായി നീ എന്നെ കൊതിപ്പിക്കുന്നു, എന്ന് ഞാനെല്ലാം തീർക്കാൻ പോവുക, അയാൾ അവളോട് പറഞ്ഞു. അവൾ ഒരുപാട് നേരം അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കുറേ വഴികൾ നോക്കി. പക്ഷേ ഒന്നും ശരിയായില്ല. അവസാനം അവളുടെ കയ്യിൽ ഒരു കല്ല് തടഞ്ഞു. അവൾ ഒന്നും നോക്കിയില്ല. സർവ്വശക്തിയും എടുത്ത് അയാളുടെ പേട്ടത്തലയിൽ ഒന്ന് ആഞ്ഞടിച്ചു. അയാൾ നിലവിളിച്ചുകൊണ്ട് തലയിൽ ചോര ഒലിപ്പിച്ചുകൊണ്ട് വീണു. ആ നിമിഷം അയാൾ തന്നെ നോക്കി നിന്നു. പെട്ടെന്ന് പരിസരബോധം വന്ന അവൾ കല്ല് നിലത്തിട്ട് ഹോളിലേക്ക് ഓടി. ഇനി ഇവിടെ നിൽക്കുന്നത് പ്രശ്നമാണെന്ന് തോന്നിയതുകൊണ്ട് ദീപ്തി അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കി. അപ്പോഴാണ് തൻ്റെ പാവാടയിൽ ആരോ പിടിച്ച് വലിക്കുന്നത് അവൾ കണ്ടത്. അവൾ അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു കൊച്ചു പയ്യൻ തന്നെ നോക്കി ചിരിച്ചിരിക്കുന്നു. കണ്ടാൽ തന്നെ ഓമനത്തം തുളുമ്പുന്ന മുഖം.
ആ പയ്യനും ഒരു അനാഥനായിരുന്നു. എന്തോ അവൾക്ക് ആ കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ച് പോരാൻ തോന്നിയില്ല. അവനെയും എടുത്തുകൊണ്ട് അവിടെ നിന്നും എത്രത്തോളം ദൂരം ഓടാൻ കഴിയുന്നു അത്രത്തോളം ദൂരം അവൾ ഓടി. അങ്ങനെ അവൾ ആ നഗരത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് പറയാം. ആരുടെയൊക്കെ സഹായം കൊണ്ട് അവൾ പഠിച്ചു. ഒപ്പം ആ കുഞ്ഞിനെയും അവൾ നോക്കി. ഒരിക്കലും അവനോട് ഞാൻ നിന്റെ വളർത്തമ്മയാണെന്നോ നീയൊരു അനാഥനാണെന്നോ ഒന്നും അവൾ പറഞ്ഞിരുന്നില്ല. അവനും ഇത് തൻ്റെ സ്വന്തം അമ്മയാണെന്ന് വിചാരിച്ച് ജീവിതം മുന്നോട്ട് പോയി. ഇതിനിടയിൽ അവൾ തൻ്റെ പേര് ദീപ്തി എന്നും മോൻ്റെ പേര് ആര്യദേവ് എന്നും ഇട്ടു. അപ്പു എന്നും വിളിപ്പേര്. ദീപ്തിക്ക് ബാംഗ്ലൂർ ജോലി കിട്ടിയതോടെ അവരുടെ ജീവിതം നല്ല രീതിയിലായി. അവൾ പഴയതെല്ലാം മറന്ന് പുതിയ ജീവിതം ആരംഭിച്ചു. അപ്പുവും ദീപ്തിയും തമ്മിൽ ഒരു അമ്മ മകൻ ബന്ധം മാത്രമല്ലായിരുന്നു, ഒരു ചങ്ക് കൂട്ടുകാരെ പോലെയായിരുന്നു അവർ രണ്ടുപേരും. അമ്മയായിരുന്നു അപ്പുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അതുമാത്രമല്ല കേട്ടോ, അവൻ്റെ ആദ്യത്തെ ക്രഷും അമ്മ തന്നെയായിരുന്നു. തനിക്ക് ഈ ലോകത്തിൽ സ്നേഹിക്കാൻ ഇനി അപ്പു മാത്രമേ ഉള്ളൂ എന്തുകൊണ്ട് അവൾക്കും അപ്പു ജീവൻ തന്നെയായിരുന്നു. അവർ തമ്മിൽ എല്ലാം ഓപ്പണായി സംസാരിക്കായിരുന്നു. തൻ്റെ അമ്മയുടെ സൗന്ദര്യം എത്രത്തോളമാണെന്ന് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. കാരണം തൻ്റെ അമ്മയെ പലരും നോക്കുന്നത് അവൻ കണ്ടിട്ടുണ്ട്. അതെല്ലാം അവനെ ദേഷ്യം പിടിപ്പിക്കുമെങ്കിലും തൻ്റെ അമ്മയുടെ സൗന്ദര്യത്തിൽ അവൻ അഭിമാനിച്ചിരുന്നു. ഇടയ്ക്ക് അവൻ അതും പറഞ്ഞ് അവളെ കളിയാക്കുകയും ചെയ്യും. ബാക്കി വിശേഷങ്ങൾ ഇനി വഴിയെ പറയാം. ഇനി പ്രസന്റ് സിറ്റുവേഷൻ. അപ്പു അങ്ങോട്ട് ചെന്നപ്പോൾ കയ്യിൽ ജീൻസും പിടിച്ച് നിൽക്കുന്നു. അവൻ എന്താന്ന് ചോദിച്ചു. അപ്പു, ഈ ജീൻസ് ഒന്ന് ഒരു പിഴിഞ്ഞ് സഹായിക്കടാ, അവൾ പറഞ്ഞു. ഓ പിന്നെ, ഇതൊക്കെ മമ്മിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, അവൻ പറഞ്ഞു. ഓ പിന്നെ, ഞാനാരാ, ശക്തിമാനോ ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ? ഒന്ന് വന്ന് മമ്മി ഹെൽപ്പ് ചെയ്യടാ, അവൾ പറഞ്ഞു. ശക്തിയില്ലെങ്കിലും എന്താ, കാണാൻ നല്ല ലുക്കുണ്ടല്ലോ, അവൻ പറഞ്ഞു. ലുക്ക് കൊണ്ട് ജീൻസ് ഒരു പിഴിയാൻ പറ്റില്ലല്ലോടാ. പറ്റുമല്ലോ മമ്മി, ഈ വേഷത്തിൽ ആ കവല വരെ പോയാൽ മതി. ഹെൽപ്പിന് ഒരാളല്ല, ഈ നാട് മൊത്തം വരും അമ്മയെ സഹായിക്കാൻ. അപ്പു അതും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. ഇത് ഇവർക്കിടയിൽ എപ്പോഴും ഉള്ളതാണ്. ദീപ്തിയെ ഒന്ന് കാണാൻ എത്ര പേരാ കൊതിക്കുന്നതെന്ന് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന വെള്ളത്തുള്ളികളും സോപ്പിൻ്റെ പതയും അവൻ്റെ മേലെ കുടഞ്ഞുകൊണ്ട് മുഖത്ത് ഗൗരവം വരുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. ഒന്ന് പോടാ, നിന്നെയാണല്ലോ ഞാൻ സഹായിക്കാൻ വിളിച്ചത്, എനിക്ക് വേണ്ട എൻ്റെ സഹായം. ഇത് കേട്ട് അപ്പു ചിരി ഇടക്കി പിടിച്ചു. അയ്യോ, എൻ്റെ മമ്മി അപ്പോഴേക്കും പിണങ്ങിയോ? താ, ഞാൻ സഹായിക്കാം. ഓ വേണ്ട, ഞാൻ ആരെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ, അവൾ പറഞ്ഞു. ആ എന്നാ ആ തേങ്ങയിടാൻ വരുന്ന ജോഷി ചേട്ടനെ വിളിച്ചോ, അയാളല്ലേ മമ്മിയുടെ കടുത്ത ആരാധകൻ. ഡാ, നിന്നെ ഉണ്ടല്ലോ, അതും പറഞ്ഞുകൊണ്ട് ജീൻസ് ബക്കറ്റിലിട്ട് അവൻ്റെ പിന്നാലെ അടിക്കാനായി ഓടി. അവനും ചിരിച്ചുകൊണ്ട് വീടിനകത്തേക്ക് ഓടി. അവർ തമ്മിൽ അങ്ങനെയായിരുന്നു, അടിയും വഴക്കും സ്നേഹവുമെല്ലാമായി തുടർന്നു പോകുന്ന ഒരു സന്തുഷ്ട കുടുംബം. അപ്പു ഓടി ഹോളിലേക്ക് എത്തിയപ്പോഴും ദീപ്തി അപ്പുവിൻ്റെ കയ്യിൽ പിടുത്തയിട്ടു. രണ്ടുപേരും കൂടി ദിവാങ്കോട്ടിൽ മറഞ്ഞു വീണു. അപ്പുവിൻ്റെ മുകളിലായി ദീപ്തിയും. നിന്നെ ഉണ്ടല്ലോ, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്, നിന്നെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് ദീപ്തി അവനെ ഒന്ന് പിച്ചി. മമ്മി, പിച്ചല്ലേ, എനിക്ക് വേദനിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, വേദനിച്ചോ? ഞാൻ കുരുത്തക്കേട് കാട്ടിയിട്ടില്ലേടാ, അവൾ പറഞ്ഞു. അന്നേരം അപ്പുവിൻ്റെ കണ്ണുകൾ ഉടക്കിയത് ദീപ്തിയിൽ തന്നെയായിരുന്നു. പിന്നീട് അവൻ എന്താ ചെയ്തതെന്ന് അവൾ തന്നെ അറിയില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ ദീപ്തിയുടെ ചുണ്ടിലേക്ക് അവൻ്റെ ചുണ്ടടുപ്പിച്ചു. കുറച്ചു നേരത്തെ എതിർപ്പിന് ശേഷം ദീപ്തിയും അവൻ്റെ കൂടെ ചേർന്നു. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർ തമ്മിൽ അമ്മ മകൻ റിലേഷൻ അല്ലാതെ വേറെ ഒരു റിലേഷൻ ഉണ്ടെന്ന്. മൂന്നാമതൊരാൾ കാണുമ്പോൾ അതങ്ങനെ തന്നെയാണ് തോന്നുക. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ലട്ടോ. അപ്പുവിന് തൻ്റെ അമ്മയെ ഇങ്ങനെ സ്നേഹിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ദീപ്തിക്കും. അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന തരം ഭ്രാന്തമായ അടുപ്പമായിരുന്നു അവർ രണ്ടുപേർക്കും. അതൊരിക്കലും മറ്റൊരു രീതിയിലേക്ക് പോയിട്ടില്ല, ഇനി പോകുമോ എന്ന് അറിയത്തില്ല. അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം അപ്പു ദീപ്തിയിൽ നിന്നും അകന്നു മാറി. ദീപ്തി എഴുന്നേറ്റ് മാറി ദിവാങ്കോട്ടിലിരുന്നു. അപ്പുവിനെ ഒന്ന് രൂക്ഷമായി നോക്കിയ ശേഷം അവൾ പറഞ്ഞു. ഷോ, എന്ത് പണിയാടച്ചക്ക നീ കാണിച്ചേ, ഈ നേരത്താണോ ഇതൊക്കെ? എൻ്റെ മമ്മി, ഇതിങ്ങനെ കണ്ണിൻ്റെ മുന്നിൽ വന്നപ്പോൾ എനിക്കൊന്ന് രുചിക്കാൻ തോന്നി, അതുകൊണ്ടാ. അത് കേട്ടതും അപ്പുവിൻ്റെ മൂക്കിലൊന്ന് പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് അവൾ ചിരിച്ചു. ദീപ്തിക്ക് തൻ്റെ മകൻ ചെയ്യുന്ന കുസൃതികളെല്ലാം നല്ലതുപോലെ ഇഷ്ടമായിരുന്നു. നിൻ്റെ ഒരു കൊഞ്ചൽ, ഞാനില്ല, എനിക്ക് അലക്കാൻ കുറേയുണ്ട്, അതും പറഞ്ഞ് അവൾ എഴുന്നേറ്റു. അപ്പുവിന് അധികം ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നില്ല. ഉള്ളവരൊക്കെ വീട്ടിൽ നിന്നും അകലെയായിരുന്നു. മിക്ക ദിവസങ്ങളിലും അവൻ വീട്ടിൽ തന്നെ കാണും. ഹോളിഡേയ്സ് രണ്ടുപേരും കൂടി പുറത്തു പോകും. പൊതുവെ പഠിത്തത്തിലൊക്കെ നല്ല ശ്രദ്ധയാണ് അവന്. അവനിപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. കോളേജിലൊക്കെ ടീച്ചേഴ്സ്മാർക്ക് നല്ല കാര്യമാണ് അവന്.
ഇനി കഥയിലേക്ക് തിരികെ വരാം. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് ദീപ്തിക്ക് അവധിയാണ്, അതുപോലെ അപ്പുവിനും. ഉച്ച കഴിഞ്ഞാൽ പുറത്തു പോകാനും ഒരു സിനിമയൊക്കെ കണ്ടു വരാനും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനുമാണ് രണ്ടുപേരുടെയും ഇന്നത്തെ പ്ലാൻ. ദീപ്തി തൻ്റെ ജോലികൾ തുടർന്നു. ജീൻസ് വീണ്ടും അവളെടുത്ത് ഊരിപ്പിഴിഞ്ഞു. ഇനിയും അവനെ വിളിക്കാൻ നിന്നാൽ തൻ്റെ ജോലി നടക്കില്ല എന്ന് അവൾക്കറിയാം. തുണി അലക്കുന്ന പണി കഴിഞ്ഞതും അവൾ അടുക്കളയിലേക്ക് ചെന്ന് ഇനി ഉച്ചക്കുള്ള കൂട്ടാൻ വെക്കണം. ചിക്കൻ വാങ്ങിയിട്ടുണ്ട്. കുക്കിങ്ങിൽ അപാര കൈപുണ്യമാണ് ദീപ്തിക്ക്. തൻ്റെ കടന്നു വരുന്ന കൗമാരപ്രായത്തിൽ അവൾ പഠിച്ചെടുത്തതാണ് ഈ കുക്കിങ്. അപ്പുവിന് തൻ്റെ അമ്മയുടെ സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഇഷ്ടമാണെങ്കിലും ലീവുള്ള ദിവസങ്ങളിൽ പുറത്തുപോയി കഴിക്കാനാണ് അവനിഷ്ടം. അപ്പു തൻ്റെ ഫോണെടുത്ത് ഇന്ന് കാണുന്ന സിനിമ ബുക്ക് ചെയ്യുകയാണ്. അവൻ ഫോണും കൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു. മമ്മി, ഇന്ന് എന്ത് മൂവിയാണ് കാണാൻ പോകുന്നേ? കൽക്കി കാണാൻ പോയാലോ? അവൻ ചോദിച്ചു. കൽക്കിയോ? അതെന്താടാ? ആരുടെ മൂവിയാണ്? അവൾ ചോദിച്ചു. പ്രഭാസിൻ്റെ മൂവിയാണ് മമ്മി, അവൻ പറഞ്ഞു. പ്രഭാസിൻ്റെയോ? അയ്യോ, ഞാനില്ല. കഴിഞ്ഞ പ്രാവശ്യം നീ പറഞ്ഞിട്ടില്ലേ ആ രാധേശം കാണാൻ പോയത്? എന്നിട്ട് എന്തായി? ഓഫ്, അത് ഒരബദ്ധം പറ്റിയതല്ലേ. ഇത് നല്ല മൂവിയാണെന്നാ പറഞ്ഞേ. എന്തായാലും നീ ബുക്ക് ചെയ്. ഇനി നീ പറഞ്ഞിട്ട് പോയില്ലെന്ന് വേണ്ട. അവൻ 2 ടിക്കറ്റ് ബുക്ക് ചെയ്തു. 6 മണിക്കാണ് ഷോ. അവൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ദീപ്തിയും ബാക്കി പണികളിൽ മുഴുങ്ങി. അങ്ങനെ ഉച്ചയ്ക്ക് 1 മണിയായി. കഴിക്കാനുള്ള നേരം ഹോളിലിരുന്ന് TV കാണുകയായിരുന്നു അപ്പു. അവനെ വിളിച്ചുകൊണ്ട് ദീപ്തി. ഡാ അപ്പു, നിനക്ക് ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, വാ കഴിക്കാം. അപ്പു കഴിക്കാനായി ഡൈനിങ് ടേബിളിൽ ചെയറിൽ വന്നിരുന്നു. അപ്പോഴേക്കും ദീപ്തി ചോറും കറിയുമായി എത്തി. അവളുണ്ടാക്കിയ ചിക്കൻ കറിയുടെ ഗന്ധം അവിടെ ആകെ പരന്നിരുന്നു. വേഗം കൊണ്ടുപോവാ മമ്മി. മണം മൂക്കിലടിച്ചപ്പോൾ തന്നെ വിശക്കാൻ തുടങ്ങി. ഓഹ്, ഒന്ന് അടങ്ങി നിൽക്കട ചെക്ക, ദാ കൊണ്ടുവരുന്നു, അവൾ പറഞ്ഞു. ദീപ്തി ചോറും കറിയും ടേബിളിൽ വെച്ച് ഒരു പ്ലേറ്റിൽ ചോറും കറിയും വിളമ്പി. അവൾ ചോറിൽ ഒരു ഉരുളയാക്കി അപ്പുവിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. പ്രായം ഇത്രയായെങ്കിലും അമ്മ വാരി തന്നാലേ അവൻ കഴിക്കത്തുള്ളൂ. പുറത്തെവിടെയെങ്കിലും പോകുമ്പോഴാണ് അവൻ ഫുഡ് കഴിക്കാൻ കൈ യൂസ് ചെയ്യാറുള്ളൂ. അല്ല, അതവനെയും പറഞ്ഞിട്ട് കാര്യമില്ല. ദീപ്തിക്കും തൻ്റെ മകന് വാരി കൊടുക്കാനാണ് ഇഷ്ടം. രണ്ടുപേരും ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ നിന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. അതിനിടയിൽ രണ്ടുപേരും വിശേഷങ്ങൾ പറഞ്ഞിരിക്കും. മമ്മിയെ ജോൺസൺ സാർ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാടാ എന്നെ കാണുന്നേ? ആ, എന്തോ സ്കോളർഷിപ്പിൻ്റെ കാര്യം പറയാനാണെന്നാ എന്നോട് പറഞ്ഞത്. ഇനി മമ്മിയെ കണ്ടിട്ട് വേറെന്തെങ്കിലും പറയാനാണെന്നോ എനിക്കറിയത്തില്ലേ. അതെന്താടാ എന്നോട് വേറെന്തെങ്കിലും പറയാനാണെന്ന് പറഞ്ഞേ? സാർ ഇപ്പോൾ എന്നോട് എന്ത് പറയാനാണ്? ആ, ചിലപ്പോൾ വല്ല കല്യാണക്കാരെയും പറയാനാവും. സാർ എപ്പോൾ കണ്ടാലും മമ്മിയുടെ കാര്യം ചോദിക്കും, മമ്മിക്ക് സുഖമാണോ എന്നൊക്കെ. അതും പറഞ്ഞ് ഒരു കള്ളച്ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചിരിച്ചു. അതിന് അയാളുടെ കല്യാണം മുന്നേ കഴിഞ്ഞതല്ലേടാ? ആ, ഒരു വട്ടം കഴിഞ്ഞതാ. ഇപ്പോൾ ഡിവോഴ്സാണ്. അതാവും മമ്മിയെ കാണാൻ ഇത്ര ആഗ്രഹം. ഒന്ന് പോട ചക്ക. ദീപ്തി ഒന്ന് കേട്ട് ചിരിച്ചു. ദീപ്തിയും ശ്രദ്ധിക്കാറുണ്ട് അപ്പുവിൻ്റെ കാര്യങ്ങൾ തിരക്കാനാക്കി പോകുമ്പോൾ ജോൺസൺ സാർ അവളെ ശ്രദ്ധിക്കുന്നത്. അതും അയാളുടെ നോട്ടം മറ്റു പലതിലേക്കുമായിരുന്നു. ദീപ്തി കൂടുതൽ സാരിയാണ് ഉടുക്കാറ്. അതിൽ പലരും അവർ നോക്കുന്നതും അവൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ അവൾക്കൊരു രസമായിരുന്നു. അപ്പു തുടർന്നു. മമ്മിയെ സാറ് നോക്കാറുള്ളത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അവൻ്റെ വായിലേക്ക് ഒരു ഉരുള കൂടി വെച്ച ശേഷം അവൾ മറുപടി പറഞ്ഞു. അത് സാറ് മാത്രമല്ലല്ലോ, നിന്റെ കോളേജിലെ പലരും മമ്മിയെ നോക്കാറുണ്ടല്ലോ. പക്ഷേ ജോൺസൺ സാറിൻ്റെ നോട്ടം ഒരു പ്രത്യേകത ഇല്ലേ മമ്മി? ഡാ ചെറുക്ക, എന്താ അയാൾക്ക് മമ്മിയെ കല്യാണം കഴിച്ച് കൊടുക്കാനുള്ള പ്ലാനാണോ നിനക്ക്? ഏയ്, അതില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. മമ്മി എങ്ങാനും വേറെ കെട്ടിപ്പോയാൽ എന്നെ നോക്കാൻ വേറെ ആരാ ഉള്ളത്? ഓ, അപ്പോൾ നീ വേറെ പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ മമ്മി ഒറ്റയ്ക്കാവില്ലേടാ? എന്താ മമ്മി, ഞാൻ അങ്ങനെ മമ്മിയെ ഒറ്റയ്ക്കാക്കി പോകുമെന്ന് മമ്മിക്ക് തോന്നുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യാം, നമുക്കൊരുമിച്ച് ഒരു റൂമിൽ ഒരു ബെഡിൽ കിടക്കാം. ഞാൻ നടക്കും, മമ്മിയും അവളും എൻ്റെ ഇരുവശത്തും കിടന്നു. അവൻ ഫുഡ് കഴിച്ചുകൊണ്ട് ദീപ്തിയോട് പറഞ്ഞു. അമ്പട കള്ള, നീ ഇപ്പോൾ അങ്ങനെ കിടത്തണ്ട. ദീപ്തി ഒരു തമാശയോടെ അവൻ്റെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞു. ഇതിനിടയിൽ അവളും ഭക്ഷണം കഴിച്ചു. എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് പോകും മുമ്പ് കുറച്ചു നേരം കിടക്കാമെന്ന് അപ്പു പറഞ്ഞു. വീട്ടിൽ 2 റൂം ഉണ്ടെങ്കിലും അവർ രണ്ടുപേരും ഒറ്റ റൂമിലാണ് കിടക്കുന്നത്. ഇത്രയും നാളായിട്ടും അവനെ ഒറ്റയ്ക്ക് കിടത്താൻ ദീപ്തിക്ക് തോന്നിയിട്ടില്ല. മമ്മി, ഞാൻ മമ്മിയെ എടുത്തോണ്ട് പോവാം. ആ, അത് വേണ്ടടാ അപ്പു, കഴിഞ്ഞ പ്രാവശ്യം നീ എന്നെ എടുത്തോണ്ട് പോയിട്ട് നിലത്തേക്ക് ഇട്ടതാ. ആ, അതന്നല്ലേ, ഇന്നങ്ങനെ ആകില്ല. ഒന്ന് പോടാ, എനിക്കൊന്നും വയ്യ നടുവൊടിഞ്ഞ് കിടക്കാൻ. ഈ മമ്മിയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതും പറഞ്ഞ് അവൻ അവളുടെ സമ്മതമില്ലാതെ തന്നെ അവളെ എടുത്തു. അപ്പു അത്യാവശ്യം ശക്തിയുള്ള ഒരു പയ്യൻ തന്നെയായിരുന്നു. അപ്പോൾ ചിരിയോടെ അവളെ എടുത്തുകൊണ്ട് അവളെ ബെഡിലേക്ക് ഇട്ടു.
ഡാ അപ്പു, നീ എന്നെ എന്ത് ചെയ്യാൻ പോവാ? മുഖത്ത് ഭീതി നിറച്ചുകൊണ്ട് അവനെ നോക്കി ദീപ്തി ചോദിച്ചു. ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും നടക്കുമെന്ന്. പക്ഷേ അങ്ങനെയൊന്നും അല്ലട്ടോ, ഇവർ തമ്മിൽ അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി, ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഉടൻ തന്നെ ഇടാട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. കൂടാതെ വീടിന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം.